ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമുയർത്തി പാർലമെന്റ് കവാടത്തിൽ കേരളത്തിലെ UDF എംപിമാരുടെ പ്രതിഷേധമുണ്ടായി. സ്വർണ്ണക്കൊള്ള കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് അവരുടെ ആവശ്യം. അതേസമയം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്യുന്ന ബില്ല് അധിക അജണ്ടയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ലോക്സഭയിൽ അവതരിപ്പിച്ചില്ല. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ട്രെൻഡായ പാരഡി ഗാനം പാർലമെന്റ് കവാടത്തിലും മുഴങ്ങി. പത്തനംതിട്ട MP ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിലാണ് ഇരുസഭകളിലെയും UDF എംപിമാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചത്. ഇപ്പോൾ പുറത്തു വരുന്ന യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് മാത്രം ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതൊരു വലിയ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് കണ്ടിട്ടുള്ളത്. സമാനമായി കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളെക്കുറിച്ചും അന്വേഷണം നടന്നേ മതിയാവൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ള ദേശീയ തലത്തിൽ പ്രചാരണമാക്കാനാണ് UDF തീരുമാനം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്ത ബില്ലടക്കം 4 ബില്ലുകൾ ഉച്ചയോടെ ലോക്സഭയുടെ അധിക അജണ്ടയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബില്ല് ഇന്ന് അവതരിപ്പിച്ചില്ല. തൊഴിൽ ദിനങ്ങൾ 125 വർദ്ധിപ്പിച്ചും പദ്ധതിയിൽ 60:40 അനുപാതത്തിൽ സംസ്ഥാന വിഹിതം ഉൾപ്പെടുത്തിയുമുള്ള ബില്ലിനെതിരെ പ്രതിപക്ഷം ശക്തമായി രംഗത്തുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി എന്ന പദ്ധതിയെ മറ്റൊരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചിരിക്കുന്നു. റാംജി അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാനിരിക്കുന്ന ബില്ലാണ്. NDA സഖ്യകക്ഷിയായ TDPയുടെ ആശങ്ക പരിഗണിച്ചാണ് ബില്ല് ഇന്ന് അവതരിപ്പിക്കാതിരുന്നതെന്നാണ് സൂചന. അതേസമയം ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് വിവരം. ലോക്സഭയിൽ BJP എംപിമാർക്ക് വെള്ളിയാഴ്ച വരെ വിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് അവതരിപ്പിച്ച റദ്ദാക്കൽ ഭേദഗതി ബിൽ, SSA ഭേദഗതി ചെയ്തുള്ള വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ല്, ആണവോർജ്ജ സുസ്ഥിര ഉപയോഗ പുരോഗതി ബിൽ എന്നിവ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.